ഈ ജീവിതം എന്ന് പറയുന്നത് ഈ കാട്ടിലേക്ക് പോലെ ഇരിക്കുന്നത്. അതായത് എല്ലാ കാര്യത്തിലുമല്ല, ഒരുമാതിരിപ്പെട്ട കാര്യത്തിലൊക്കെ അങ്ങനെ വരും. കാരണം ഈ നെല്ലിക്ക ആദ്യം കഴിക്കുമ്പോൾ ഭയങ്കര പുളിപ്പായിരിക്കും, പുളിപ്പും കയ്പുമായിരിക്കും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. അതുപോലെയാണ് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഏതൊരു സന്ദർഭം എടുത്ത് നോക്കട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ ചില സമയങ്ങളിൽ നടക്കും. ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, നടക്കും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഈ നെല്ലിക്കയാണ്. നല്ല പുളിപ്പും കയ്പും. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, പുളിപ്പും കയ്പുമാണ്. മനസ്സിലായോ? നമ്മൾ ചവച്ച് വരുമ്പോൾ ചെറുതായിട്ട് മധുരിക്കാൻ തുടങ്ങും, കയ്പ് മാറും. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അതുപോലെ തരണം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. സ്വയം ശപിച്ചിട്ടോ പഴിച്ചിട്ടോ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ കഥയില്ല. ഒരുപാട് കിടക്കണം, ചോദിച്ചിട്ട് ഉടവിൽ വെള്ളം കുടിക്കണം. നല്ല മധുരമാണ്. അപ്പോൾ മധുരമുണ്ട്. അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് തരുന്നു. അതുകൊണ്ട് ദൈവത്തിനെ കുറ്റം പറയരുത്. ദൈവം വഴി കാണിച്ചു തരും, നിങ്ങൾ കഷ്ടപ്പെടുക. ഓക്കെ, അതാ ചെയ്യേണ്ടത്.